സിക്സ് ടേം ഓൺലൈൻ ട്യൂഷന്റെ 25ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 ആണ്. ഓൾറെഡി നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ന്റെ ഫസ്റ്റ് യൂണിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 4 യൂണിറ്റ് പഠിച്ചു. ഇപ്പോൾ 2 യൂണിറ്റ് മാനേജ്മെന്റും പഠിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് പഠിച്ചു. ഇനി വീണ്ടും നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിലോട്ട് വരാം. ആകെ ടോട്ടൽ നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം ചേർത്ത് 9 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. 6+3 എന്നുള്ള രീതിയിൽ. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 6 യൂണിറ്റ്സ് ഉണ്ട്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 2 3 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ന്റെ 2ാമത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചു വരുന്ന 5 മാർക്കിനും 10 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പോർഷൻ തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്തുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, അതിന്റെ സിലബസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. 2ാമത്തെ യൂണിറ്റിന്റെ പേര് ദ ഹെൽത്തി ചൈൽഡ് എന്നാണ്. അതായത് ആരോഗ്യമായിട്ടുള്ളൊരു കുഞ്ഞ്, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആരോഗ്യമായിട്ടുള്ളൊരു കുഞ്ഞിനെ കുറിച്ചും ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, ഇതിന്റെ ഡെഫിനിഷൻ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രണ്ടിന്റെ ഡെഫിനിഷനും പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും എന്താണെന്ന് അറിയണം. അപ്പോൾ അത് രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞിൻ്റെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുകൂടാതെ അവരുടെ ഗ്രോത്ത്, ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓരോ സ്റ്റേജിലും എങ്ങനെയാണ്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, 2ാമത്തെ മാസം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ അഡോളസൻസ് വരെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന സ്റ്റേജ് ഡെവലപ്മെന്റ്, എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഇതും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രം ബർത്ത് ടു അഡോളസൻസ് എന്നുള്ളത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ തിയറീസ്, ഇതും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ദ നീഡ്സ് ഓഫ് നോർമൽ ചിൽഡ്രൻ, ഇതും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ സ്റ്റേജസിലും കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, പാരന്റൽ ഗൈഡൻസിന്റെ ആവശ്യം എന്താണ്, അവിടെ ഓരോ സ്റ്റേജിലും കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതുവഴി എങ്ങനെ നമുക്ക് ഫുൾഫിൽ ചെയ്യാം, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഇൻഫൻറ്റ്സ്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ന്യൂ ബോൺ, അത് കഴിഞ്ഞാൽ ഇൻഫൻറ്റ്, അത് കഴിഞ്ഞാൽ ചിൽഡ്രൻ, ഈ ഓരോ സ്റ്റേജിലും കുഞ്ഞുങ്ങളുടെ ന്യൂട്രീഷണൽ നീഡ്സ്. നമ്മൾ സെക്കൻഡ് സെമ്മിൽ ന്യൂട്രീഷൻ പഠിച്ചപ്പോൾ അവിടെ കുട്ടികളുടെ ന്യൂട്രീഷണൽ നീഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രധാനമായിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും വീനിങ്ങിനെ കുറിച്ചും കോംപ്ലിമെന്ററി ഫീഡിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ സപ്ലിമെന്ററി ഫീഡിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സപ്ലിമെന്ററി ഫീഡിംഗ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വീനിങ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നെല്ലാം 2 മാർക്കിന്റെ പല ക്വസ്റ്റ്യൻസും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. ഇതുകൂടാതെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. ആ ടോപ്പിക്കും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് പ്ലേ തെറാപ്പി അല്ലെങ്കിൽ പ്ലേ മെറ്റീരിയൽ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്ലേ. കുട്ടികളാണല്ലോ കൂടുതലായിട്ട് കളിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ കളിക്കാവൂ എന്ന് വെച്ചാൽ അങ്ങനെയില്ല, കുട്ടികളാണ് കൂടുതലായിട്ട് കളിക്കുന്നത്. അവരുടെ ഓരോ സ്റ്റേജിനനുസരിച്ച് അവർ ഓരോ തരത്തിലുള്ള കളികളാണ് കളിക്കുന്നത്. അപ്പോൾ ആ പലതരത്തിലുള്ള പ്ലേ, വാല്യൂ ഓഫ് പ്ലേ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് പ്ലേ, ടൈപ്സ് ഓഫ് പ്ലേ മെറ്റീരിയൽ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതും 10 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇത് ഹെൽത്തി ചൈൽഡ് എന്നുള്ള ഈ 2ാമത്തെ യൂണിറ്റിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് നോട്ട് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. വെബ്സൈറ്റിൽ മാത്രം കണ്ടന്റ് നോക്കിയാൽ പോരാ, വെബ്സൈറ്റിൽ ക്ലാസ്സും നോട്ട്സുമാണ് ലഭിക്കുന്നതെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മറ്റു PDF മെറ്റീരിയൽസും ഒക്കെ ഉള്ളത് ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു കണ്ടന്റാണ് അത്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് നോക്കി തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ റിംപിൾ ശർമ്മ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സും ഞാൻ തരുന്നുണ്ട്. അതിന് വേണ്ട കണ്ടന്റ്സ് എല്ലാം തന്നെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് വീഡിയോ ആക്കി തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമുക്ക് എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന്
നോക്കാം. ഇവിടെ നോക്കാം, യൂണിറ്റ് 2 ദ ഹെൽത്തി ചൈൽഡ്. ഇതിനെ 2 സെഷനായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച അല്ലെ. ഗ്രോത്ത് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ലൈഫ് ഓഫ് എ ചൈൽഡ് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് ഹിം ഓർ ഹെർ ഫ്രം ആൻ അഡൾട്ട്. അതായത് ഒരു വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ഓരോ കുട്ടിയെയും വലിയ ആൾക്കാരിൽ നിന്ന്, അതായത് അഡൾട്ടിൽ നിന്നും വ്യത്യസ്തമായി നിർത്തുന്നത്. അതായത് ഒരു വലിയ ആൾ നിൽക്കുന്നു, ഒരു ചെറിയ ആൾ നിൽക്കുന്നു, ഒരു കുഞ്ഞുകുട്ടി നിൽക്കുന്നു. അവരെ തമ്മിൽ എങ്ങനെയാണ് ഇതൊരു അഡൾട്ടാണ്, ഇതൊരു ചൈൽഡാണ് എന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഗ്രോത്ത് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് എ ലൈഫ് ഓഫ് എ ചൈൽഡ് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് ഹിം ഓർ ഹെർ ഫ്രം ആൻ അഡൾട്ട്. അഡൾട്ടിൽ നിന്ന് നമ്മൾ വേർതിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ഒരു വളർച്ചയിലൂടെയാണ്. ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് സ്റ്റാർട്ട്സ് ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ. നമ്മൾ എപ്പോഴാണ് വളരാൻ തുടങ്ങുന്നത്? നമ്മൾ ജനിക്കുന്നത് മുതലാണോ? അല്ല, അമ്മയുടെ യൂട്രസിൽ, വൂമ്പിനുള്ളിൽ, അമ്മയുടെ യൂട്രസിനുള്ളിൽ അല്ലെങ്കിൽ വൂമ്പിനുള്ളിൽ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് കൺസീവ് ആവുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ടൈം മുതലേ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? ഗ്രോത്ത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. The process of growth starts from the time of conception and continues until child grows into adult. അവിടെ നിന്ന് ആ ഒരു കൺസെപ്ഷൻ്റെ ടൈം മുതൽ കുഞ്ഞ് അഡൾട്ട് ആകുന്നത് വരെ, അഡൾട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ വളരുന്നില്ല അല്ലേ, എന്നാൽ ആ കുഞ്ഞ് വളർന്ന് അഡൾട്ട് ആകുന്നത് വരെയും അവിടെ എന്ത് ചെയ്യുന്നു? ഏത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? ഗ്രോത്തിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. The terms growth and development are often used together, but they represent two different facets of the dynamics of the change, that is quantity and quality. വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള ഓരോ പോയിന്റും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനും 10 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ഓരോ പോർഷൻസ് ആയിട്ട് ചോദിക്കാം. ഒരിക്കലും നിങ്ങൾ ഷോർട്ട് നോട്ട്സിലോട്ട് പോകരുത്. കാരണം ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിലൊക്കെ ഏത് റീജിയനിൽ നിന്ന്, ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. മേ ബി നിങ്ങൾക്ക് 5 മാർക്കും 10 മാർക്കും നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ കിട്ടും. പക്ഷേ അവിടെ നിങ്ങൾ എത്ര തന്നെ എഴുതി വെച്ചാലും സ്കോർ ചെയ്യുന്നതിൻ്റെ പരിധിയുണ്ട്. പക്ഷേ 2 മാർക്കും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ 10-20 മാർക്ക് നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. സ്കോറിൻ്റെ പെർസെൻറ്റേജ് കൂട്ടാൻ വളരെയധികം നല്ലതാണ്. അങ്ങനെ ആ ഒരു ഒൺവേർഡും അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ പഠിക്കുക. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ക്ലാസ്സുകൾ, ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് എടുക്കുന്ന ഈ ക്ലാസ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് തന്നെ കാണുകയും വേണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെലിഗ്രാമിൽ പോയിട്ട് നിങ്ങൾ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ച് നോട്ട്സും വായിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം.